സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കൊതിയോടെ കഴിച്ച് പാത്രം കാലിയാക്കുന്ന വഴി കാണൂല കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ടോസ്റ്റാണ്. ഞാൻ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. അത് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിങ്ങനെ 3 സെറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 സ്ലൈസ് ബ്രെഡാണ് ഒരു സെറ്റിലേക്ക് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ മറ്റേ ഭാഗത്തും ആദ്യം വെച്ചിരുന്ന ബ്രെഡിൻ്റെ മറ്റേ ഭാഗത്തും ഇതുപോലെ ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 ചെയ്തതിന് ശേഷം നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് കാരമലായിട്ട് അതൊന്ന് ടോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ 3 തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ. ഒരുപാടായാലും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഒരുപാട് അങ്ങ് സോഫ്റ്റായി പോവും. അപ്പോൾ അതെല്ലാം 3ൻ്റെ മുകളിലും അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പാലൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്തോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു സ്പൂൺ വെച്ചിട്ട് പുഡിങ്ങൊക്കെ കഴിക്കും പോലെ കഴിക്കാം കേട്ടോ. അത്രയ്ക്കും സോഫ്റ്റാണിത്. ഇതിൻ്റെ മുകളിൽ നല്ല തണുത്ത ഐസ്ക്രീമൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പൊളിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.